സ്ലിം ജിം ആൻറ്റന എങ്ങനെയാണ് ആ പേര് വന്നതെന്നല്ലേ? സ്ലിം ആയതുകൊണ്ട് തന്നെ വളരെ വണ്ണം കുറവാണ്, അപ്പോൾ കാറ്റ് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ജിം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജെ ഇൻ്റഗ്രേറ്റഡ് മാച്ചിങ്, അതായത് ജെ പോൾ ആൻറ്റനയ്ക്കുള്ള മാച്ചിങ് പോലെ തന്നെയാണ് സ്ലിം ജിം ആൻറ്റനയ്ക്കും. അത് ജെ പോൾ ആൻറ്റനയെക്കാട്ട് കുറച്ചുകൂടെ വലുപ്പമുള്ളതാണ്. ഇതിൻ്റെ ആ താഴേക്ക് വരുന്ന ഹാഫ് ലാംഡ ഉണ്ടല്ലോ വളഞ്ഞു വരുന്നത്, അത് ജെ പോളിന് ഉണ്ടാവില്ല. സ്ലിം ജിം ആൻറ്റന മെറ്റാലിക് മാസ്കിലാണ് മൗണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ക്വാർട്ടർ വേവ് ലെങ്ത്ത് ഫ്രീ സ്പേസ് ആൻറ്റനയുടെയും മാസ്റ്റിൻ്റെ ഇടയിൽ വേണം. PVC ആണെങ്കിൽ ഞാൻ നേരത്തെ ചിത്രത്തിൽ കാണിച്ച പോലെ ആണെങ്കിൽ ആ പ്രശ്നമില്ല. അപ്പോൾ ഫ്രീ സ്പേസ് ഉണ്ടെങ്കിലാണ് ആൻറ്റന ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. ടെസ്റ്റ് ചെയ്യുമ്പോഴടക്കം ഫ്രീ സ്പേസ് വേണം. ബാക്കി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് നിൽക്കണം. പിന്നെ ഈ ആൻറ്റന അധികവും VHF ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനത് VHF ആൻറ്റന ഉണ്ടാക്കിയിട്ട് UHF ഉപയോഗിച്ചിട്ടുണ്ട്. റിസപ്ഷൻ അത് കാണിച്ചുതരാം, അവസാനമാകുമ്പോൾ കാണാം. ആൻറ്റനയുടെ ലെങ്ത്ത് എത്ര വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു കാൽക്കുലേറ്റർ ഓൺലൈനായിട്ടുണ്ട്. അതിൻ്റെ URL ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 മീറ്റർ മുതൽ 10 മീറ്റർ വരെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആ മാച്ചിങ് സെക്ഷൻ കണ്ടുപിടിക്കുന്നത് ആദ്യമായിട്ടൊരു ക്രോക്കഡൈൽ ക്ലിപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ട് കോയാക്സിലേക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് SWR ചെക്ക് ചെയ്ത് ലോവസ്റ്റ് SWR കിട്ടുന്ന സ്ഥലം കണ്ടുപിടിക്കുക. എന്നിട്ട് കോയാക്സ് അവിടെ വേണമെങ്കിൽ നേരിട്ടിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം, കൂടുതൽ ബെറ്റർ കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ എർത്തിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന 10 സ്ക്വയർ മില്ലിമീറ്റർ കോപ്പർ വയറാണ് ഉപയോഗിച്ചത്. അടുത്തുള്ള ഇലക്ട്രിക് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിനു വേണ്ട കാൽക്കുലേഷൻസ് M0 UKDയുടെ സൈറ്റിൽ നിന്ന് ചെയ്തതാണ് ഇവിടെ കാണിക്കുന്നത്. വെലോസിറ്റി ഫാക്ടർ ഞാൻ എടുത്തത് 0.96 ആയിട്ടാണ് കോപ്പറിന്. ഫ്രീക്വൻസി 145, നമ്മുടെ സെൻട്രൽ ഫ്രീക്വൻസി എടുത്തു VHFൻ്റെ. അപ്പോൾ വേവ് ലെങ്ത്ത് 2.07 മീറ്റർ കിട്ടി. പിന്നെ വെലോസിറ്റി ഫാക്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് 1.99 മീറ്ററായിട്ട് ചുരുങ്ങും. മൊത്തത്തിൽ ആൻറ്റനയുടെ ലെങ്ത്ത് ഗ്യാപ്പ് അടക്കം 151 സെൻറ്റിമീറ്റർ. ഹാഫ് ലെങ്ത്ത് റേഡിയേറ്റർ സെക്ഷൻ 99.3 സെൻറ്റിമീറ്റർ. ക്വാർട്ടർ വേവ് മാച്ചിങ് സെക്ഷൻ, അതാ ചെറിയ പീസിന് ക്വാർട്ടർ വേവ് മാച്ചിങ് സെക്ഷൻ എന്നാണ് പറയുന്നത്, 49.7 സെൻറ്റിമീറ്റർ. പിന്നെ VSWR അഡ്ജസ്റ്റ് ചെയ്യാൻ ഏകദേശം 5 സെൻറ്റിമീറ്റർ അപ്പുറത്തായിരിക്കും 0.50 ohms പോയിൻ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കുറച്ച് അങ്ങോട്ട് കൂടും ആദ്യം ടെസ്റ്റ് ചെയ്യാൻ അത് ഉപയോഗിക്കാം, പിന്നെ അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഗ്യാപ്പ് 0.1 വേവ് ലെങ്ത്ത്, അതായത് 2.1 സെൻറ്റിമീറ്റർ രണ്ട് സൈഡും തമ്മിൽ. സ്പേസിങ് അത്ര